യേശു വിശുദ്ധൻ എന്ന് വിളിക്കുന്നവരത്ര യഥാർത്ഥമായി ക്രിസ്ത്യാനി എന്ന പേരിന് ഉടമയെന്ന് ഞാൻ പറയട്ടെ. Hallelujah. If Jesus calling you as a holy, hallelujah, saints of the Lord, then you are the real Christian. അതേനെ അപ്രകാരം അത്ര യഥാർത്ഥമായി ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നത്. That is how you will be called as the real Christian. നീ യഥാർത്ഥമായി ഒരു ക്രിസ്ത്യാനിയായി രൂപാന്തരപ്പെട്ടവനായി എങ്കിൽ, if you are really changed your life and transformed yourself to Christ. 2 കൊരിന്ത്യൻസ് ലേഖനം 6:17 ഇപ്രകാരം പറയുന്നു. 2 Corinthians chapter 6 verse 17. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന്. Amen. Hallelujah. It is written that, hallelujah, come out from them and be separate, says the Lord. അശുദ്ധമായത് ഒന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളുന്നു എന്ന്. Touch no unclean thing and I will receive you. അതേ ദൈവ പൈതലേ, അശുദ്ധമായതിനെ നമ്മൾ മാറ്റി നിർത്തിയേ മതിയാകത്തുള്ളൂ. It's important for us to keep unclean separated from us. എന്താണ് യഥാർത്ഥമായി അശുദ്ധമായത് എന്ന് പറയുന്നത്? So when you say that unclean, what does that mean? പലരും പറയാറുണ്ട് ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അശുദ്ധമായി തീരുന്നു എന്ന്. Amen. Many people say that whatever goes inside of your body is becoming unclean. എന്നാൽ യേശു തന്നെ ഇപ്രകാരം പറയുന്നു. But Jesus himself said like this. യേശു ശുദ്ധീകരിച്ചതിനെ അശുദ്ധമെന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല എന്ന്. He has, hallelujah, sanctified something. No one can say that it is unclean. അതേ, അപ്പോൾ യഥാർത്ഥമായി യേശു എന്താണ് അശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത്? But what does that mean by uncleanliness? Unclean by Jesus. പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടാത്ത സകല ഹല്ലേലൂയ സകല ഫലങ്ങളും അശുദ്ധി എന്ന് കാണുവാൻ കഴിയുന്നു. Anything, hallelujah, coming out of you belong to the body or the flesh that's not coming out of Holy Spirit, that is called as unclean.